പുരാതനവും കേരളത്തിലെ നാഗാരാധനാ ക്ഷേത്രങ്ങളിൽ അപൂർവവുമായ അഴീക്കൽ ശ്രീ പാമ്പാടി ആലംകീഴിൽ ക്ഷേത്രത്തിലെ ഉത്സവം ഞായറാഴ്ച സമാപിക്കും. ഉച്ചയ്ക്ക് നാഗേശ്വരി മാതാവിന്റെ തിരുമുടി നിവർന്ന് രാത്രി ചൊവ്വ വിളക്കോടുകൂടിയാണ് സമാപനം. ഉത്സവ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അഴീക്കൽ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന പാമ്പാടിയൽ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് കലവറ നിറക്കൽ ഘോഷയാത്രയും മറ്റു കലാപരിപാടികളും സമൂഹ സദ്യയും നടന്നു. ക്ഷേത്രോത്സവത്തിന് പൊലിമ കൂട്ടുന്നതിനായി 6 ദേശവാസികളുടെ വകയായി 6 കമ്മിറ്റികൾ വിവിധ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഉത്തര കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അഴീക്കൽ ശ്രീ പാമ്പാടിയാൽ ആലംകീഴ് ക്ഷേത്രം. ഇവിടെ ദേവി അഭീഷ്ടവരദായിനിയാണ്, വിളിച്ചാൽ വിളിപ്പുറത്താണ്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ഇപ്പോൾ സിറ്റി ചാനലിനൊപ്പമുണ്ട്. അവർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയും അറബിക്കടലും സംഗമിക്കുന്ന പ്രദേശം അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വടക്കേ അറ്റം. അഴീക്കൽ എന്ന ഈ ഗ്രാമപ്രദേശത്തിന് കാലാധിപത്യമായി നിലകൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് അഴീക്കൽ ശ്രീ പാമ്പാടി ആലംകീഴ് ക്ഷേത്രം. ഇതിൻ്റെ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങി ഏകദേശം 1.25 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. 1900-ന് ശേഷമാണ് ഇപ്പോഴുള്ള ഒരു ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഓരോ കൊല്ലവും ഇവിടുത്തെ ഉത്സവത്തിന് പല രീതിയിലുള്ള പൊലിമ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇവിടെ ഇപ്പം ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടി 6 ദേശവാസികളുടെ വകയായിട്ടുള്ള 6 കമ്മിറ്റികൾ, അത് ഈ 5 ദിവസത്തെ ഉത്സവത്തിന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആണ് നടത്തി വരുന്നത്. നാഗാരാധനാ ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിരവധിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിലുള്ള പാമ്പുമേക്കാടിന് ശേഷം കേരളത്തിൽ തന്നെ പ്രഥമ സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് അഴീക്കൽ ശ്രീ പാമ്പാടി ആലംകീഴ് ക്ഷേത്രം. മറ്റ് നാഗക്ഷേത്രങ്ങളെപ്പോലെ, ഉദാഹരണത്തിന് പെരളശ്ശേരി പോലുള്ള ക്ഷേത്രങ്ങളെപ്പോലെ നാഗത്തിനെ കൊണ്ടുകൂട്ടി പ്രതിഷ്ഠിച്ചിട്ടുള്ളൊരു നിലയല്ല. നമ്മുടെ പിറകിൽ കാണുന്ന ഈ നാഗ അലങ്കാരത്തറ, അതിനകത്ത് ഏകദേശം ഒരു 11 സെൻറ്റ് സ്ഥലത്താണ് ഈ കാട് നിൽക്കുന്നത്. മുൻകാലങ്ങളിൽ അതിനകത്ത് തീർത്ഥക്കിണറുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതിനകത്താണ് നാഗം സ്വയംഭൂവായിട്ടുള്ള നാഗമാണ്, കൊണ്ടുകൂട്ടിയ നാഗമല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. തൃശ്ശൂരിലെ പാമ്പമ്മേക്കാട്ടിന് ശേഷം അതിപ്രധാനമായ നാഗക്ഷേത്രമാണ് അഴീക്കൽ പാമ്പാടിയാൽ ക്ഷേത്രം. സ്വയംഭൂവ് ആയിട്ടുള്ളതിനാൽ ഈ ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠ ഇല്ല. നാഗപൂജ, മുട്ട, സർപ്പരൂപങ്ങൾ എന്നിവയാണ് നാഗത്തിൽ സമർപ്പിക്കുന്നത്. ഇവിടെ ഗുരുവിനും പ്രാധാന്യമേറെയാണ്. ഗുരുവിന് ക്ഷേത്രം നിർമ്മിച്ചത് വെറും 10 മാസം കൊണ്ടാണ്. വിഷ്ണുമൂർത്തി പുതിയ ഭഗവതിക്കും പ്രത്യേക ക്ഷേത്രം തന്നെയുണ്ട്. ഏകദേശം 55 വർഷം പഴക്കമുള്ള ഗുരുവിൻ്റെ സ്ഥാനം, കെട്ടിടം, ആ ക്ഷേത്രം പൊളിച്ച് നമ്മളിപ്പോൾ ഈ രൂപത്തിലിപ്പം പരമ്പരാഗത തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്ഷേത്രം കേവലം 10 മാസം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന കമ്മിറ്റി അംഗങ്ങൾ ഇവരുടെ എല്ലാം നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിൻ്റെ കൂടി ഒരു റിസൾട്ടാണ് ഈ ബേക്കിൽ 10 മാസം കൊണ്ടെന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ക്ഷേത്രം ഈ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അത് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. 1 രൂപ പോലും ഇല്ലാതെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഈ കേവലം 10 മാസം കൊണ്ട് ഈ ക്ഷേത്രം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഏത് സമയത്തും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന നടത്തി കാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഒരു വേലിക്കെട്ടുകളും ഈ ക്ഷേത്രത്തിലില്ല. ആർക്കും ഏത് സമയത്തും വന്ന് പ്രാർത്ഥിച്ച് പോകാനുള്ള ഒരു സാഹചര്യമാണ് അന്നു മുതലേ ഉള്ളത്. ഇപ്പോൾ അത് ഒരുപാട് വിപുലീകരിച്ചിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് പോകാനുള്ളൊരു അന്തരീക്ഷമാണ്. മാനവികത ഉറപ്പിക്കുന്നതായിരിക്കണം. അതായത് മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ ഏത് സമയത്തും എല്ലാ ആരാധനാലയങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാവണം. അവിടെയാണ് വിജയം. രാജേഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.